നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രോളിംഗ് നിരോധനവും മത്സ്യങ്ങളുടെ ലഭ്യത കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ഒളവറയിലെ ധനൂപിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പാചകവാതക വില മേലോട്ട്, മണ്ണെണ്ണ കിട്ടാക്കനി, വിറകടുപ്പുകൾക്ക് വീണ്ടും പ്രിയമേറുന്നു. പുതിയ കോഴ്സുകൾ ആരംഭിച്ചില്ല, മാടായി ITI വിദ്യാർത്ഥികൾ കൈയൊഴിയുന്നു. കണ്ടോത്ത് ദേശീയപാതയോരത്ത് കൂറ്റൻമരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. വാർത്തകൾ വിശദമായി. ട്രോളിംഗ് നിരോധനവും മത്സ്യങ്ങളുടെ ലഭ്യത കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം. ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമായി. മഴക്കാലമെത്തിയതോടെ പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾ തീരാ ദുരിതത്തിലായി. ചെറുവള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. മാസങ്ങളായി മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവ് ഇവരുടെ ജീവിതത്തിൽ ദുരിതം സമ്മാനിക്കുകയാണ്. മത്സ്യബന്ധനത്തിന് പോയാലും ആവശ്യത്തിന് മത്സ്യം ലഭിക്കില്ല. മഴക്കാലം കൂടി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ മത്സ്യം ലഭിക്കൂ. ട്രോളിംഗ് നിരോധനം കൂടിയായതോടെ പ്രദേശത്തെ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലായി. സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും മുഴുവൻ തൊഴിലാളികൾക്കും ലഭിക്കുന്നില്ലത്രേ. പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മത്സ്യമില്ല, പോകുന്നില്ല. ഇപ്പം ഇങ്ങനെ പല പണിയെടുക്കുന്നു, കുറേ ജീവിക്കുന്നു. കടപ്പാക്കി തന്നെ. അതിൽ പിന്നെ മെച്ചമൊന്നുമില്ല. ഇപ്പം രാവിലെ 8 മണിക്ക് വന്നിട്ട് ഇരുന്നാൽ രാത്രി വൈകുന്നേരം 6 മണിക്ക് കയറും. അത് 600 രൂപ 700 രൂപ കിട്ടും. അതിനോട് ജീവിതം പോകുന്നു. വേറെ മെച്ചം നോക്കാൻ കഴിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഇതർക്കും എന്തൊക്കെ കിട്ടണ്ടേ? കിട്ടിയാലല്ലേ നമ്മളെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങണ കണക്കാക്കിയിട്ട് ചെയ്യല് ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ തൊഴിലാളികൾക്കും ലഭ്യമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ഒളവറയിലെ ധനൂപിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പയ്യന്നൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ഒളവറ പാലത്തിന് സമീപമായിരുന്നു അപകടം. ഒളവറ ഗേറ്റിന് സമീപം താമസിക്കുന്ന KV ദാമോദരൻ K ശോഭന ദമ്പതികളുടെ മകനാണ് ധനൂപ്. വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നതിനിടെ എതിരെ വന്ന മറ്റൊരു ബൈക്ക് റോഡിലെ കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ ധനൂപിന്റെ ബൈക്കിൽ ഇടിക്കുകയും തെറിച്ചു വീഴുകയുമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പയ്യന്നൂരിലെ സ്വകാര്യ പ്രസിൽ ജീവനക്കാരനാണ് ധനൂപ്. അപകടത്തിൽ പരിക്കേറ്റ മറ്റു യാത്രികരായ വടക്കേ കോവിലിലെ മുഹമ്മദ് ഫസൽ, ആഷിഫ് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെ പയ്യന്നൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൂൽ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് വീട്ടിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. അമിതവേഗതയും അലക്ഷ്യമായ ഡ്രൈവിംഗും തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ പെരുകുന്നു. ഒളവറയിലെ യുവാവ് K ധനൂപിന്റെ അപകടമരണം നാടിനെ നടുക്കുന്നതായി. വീട്ടുപരിസരത്ത് തന്നെ നടന്ന ദുരന്തം നാടിന് താങ്ങാവുന്നതിനപ്പുറമായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ഒളവറയിലെ നിറസാന്നിധ്യമായിരുന്നു ധനൂപിന്റെ ആകസ്മിക മരണം. സഹപ്രവർത്തകരും നാട്ടുകാർക്കും ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു. അമിതവേഗതയിലുള്ള ബൈക്ക് യാത്ര കാരണം അപകടം ഏറിവരികയാണ് തൃക്കരിപ്പൂർ ഭാഗങ്ങളിൽ. വിവിധ സംഘടനകൾക്ക് വേണ്ടി അനൂപിന്റെ മൃതദേഹത്തിൽ റീത്തുകൾ സമർപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, വൈസ് പ്രസിഡന്റ് സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ VK ബാവ, TV കുഞ്ഞികൃഷ്ണൻ, സത്താർ വടക്കമ്പാട്, C രവി, CPM നേതാക്കളായ മുൻ MLA K കുഞ്ഞിരാമൻ, ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ, MP കരുണാകരൻ, KV ജനാർദ്ദനൻ, KV അമ്പു, K രാഘവൻ, KV ജനാർദ്ദനൻ, KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, KP ദിനേശൻ, നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ N പുരുഷോത്തമൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജൂലൈ 29 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നിരവധി പേർ അണിനിരന്നു. ബാങ്ക് ലയനനീക്കം ഉപേക്ഷിക്കുക, ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക, ജനകീയ ബാങ്കിംഗ് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UFBUവിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ജീവനക്കാർ ജൂലൈ 29 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായാണ് ബാങ്ക് ജീവനക്കാർ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തിയത്. മനോജ് കുമാർ, പ്രകാശൻ, സുരേഷ്, സുധാകരൻ കുറുവ, മുഹമ്മദ് കുഞ്ഞി, ജയനാരായണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
പുതിയങ്ങാടി തീരദേശ മേഖലയുടെ വികസനത്തിന് സമഗ്ര പദ്ധതി. പുതിയങ്ങാടി കടക്കോടിയിൽ നടന്ന യോഗത്തിൽ ടി.വി. രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഞാൻ അതിന് സ്ഥലം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ കൂടുതലും വീടുകളുടെ ഈ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടി തീരദേശ മേഖലയിലെ സമഗ്ര വികസനത്തിന് വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ടി.വി. രാജേഷ് MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇവയിൽ പല പദ്ധതികളും വർഷങ്ങളായി ചർച്ച ചെയ്തു വരുന്നവയാണ്. മുൻ സർക്കാരുകൾ തുടക്കം കുറിച്ച പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടൊപ്പം പുതിയ പദ്ധതികൾ സർക്കാരിൽ സമർപ്പിക്കാനും തീരുമാനമായി. GMUP സ്കൂളിന് കെട്ടിടം, ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ, ഫിഷറീസ് ആശുപത്രിക്ക് കെട്ടിടം, വീടില്ലാത്ത മത്സ്യത്തൊഴിലാളിക്ക് ഫ്ളാറ്റ്, കടൽഭിത്തി നിർമ്മാണം, പുലിമുട്ട്, ആധുനിക ഐസ് പ്ലാന്റ്, ഹാർബർ, വിവിധ റോഡുകളുടെ വികസനം, പുതിയങ്ങാടി മത്സ്യഗ്രാമം, ഇങ്ങനെ പോകുന്നു വികസന പദ്ധതികളുടെ പട്ടിക. AV അഹമ്മദ് ഹാജി, M പവിത്രൻ, V വിനോദ്, K ഭാർഗവൻ, KV സത്യപാലൻ, OK രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിറകടുപ്പിന് വീണ്ടും പ്രിയമേറുന്നു. പാചകവില ദിനംപ്രതിയൊന്നോണം വർദ്ധിക്കുകയും മണ്ണെണ്ണ കിട്ടാക്കനിയാവുകയും ചെയ്തതോടെ വീട്ടമ്മമാർ വീണ്ടും വിറകടുപ്പിലേക്ക് തിരിയുകയാണ്. വിറകുകളോട് വിട പറഞ്ഞ വീട്ടമ്മമാർ വീണ്ടും അത്തരം അടുപ്പുകളിലേക്ക് മടങ്ങി വരികയാണ്. പാചകവാതകത്തിനും മണ്ണെണ്ണയ്ക്കും നിയന്ത്രണമായതോടെയാണ് വീട്ടമ്മമാർ വീണ്ടും പഴയകാലത്തിലേക്ക് തിരിച്ചു പോകുന്നത്. പാചകവാതകത്തിൻ്റെ കടന്നുകയറ്റം വീടുകളിലെ അടുപ്പിനെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തൂത്തെറിഞ്ഞിരുന്നു. ഇതോടെ വീടുകളിൽ അടുപ്പുകൾ പുകയാതായി. വിവാഹമുൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ഭക്ഷണമൊരുക്കുന്നത് പാചകവാതം ഉപയോഗിച്ചായി. ഈ രംഗത്തെ പുത്തൻകൂറ്റുകാരായ വിറക് വിപണിയും തകർച്ചയിലേക്ക് നീങ്ങി. മഴക്കാലത്തിന് മുമ്പേ വിറക് ശേഖരിക്കുന്നവർ പഴയകാലത്ത് ഏറെയുണ്ടായിരുന്നു. വിറകിൻ്റെ പേരിൽ ഒരു സമരം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. വിറക് കത്തിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് രുചിയെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു. പണ്ടൊക്കെ വീടിൻ്റെ മുകളിൽ കൂടി പുക ഉയർന്നിരുന്നതും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഏതായാലും പാചകവാതകത്തിൻ്റെയും മണ്ണെണ്ണയുടെയും പുതിയ കാലത്തെ നിയന്ത്രണം വീടുകളിൽ വീണ്ടും അടുപ്പ് പുകയ്ക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അന്നൂർ പടിഞ്ഞാറേക്കര അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അന്നൂർ പടിഞ്ഞാറേക്കര അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദുലേഖ പുത്തലത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സഞ്ജീവൻ, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP ലീല, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ, കൗൺസിലർമാരായ E. ഭാസ്കരൻ, PP ദാമോദരൻ, MK ഷമീമ, PV ദാസൻ, KC സ്മിത, VP സതീശൻ തുടങ്ങി നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ GD നായർ സ്വാഗതവും രാമചന്ദ്രൻ PV നന്ദിയും പറഞ്ഞു. അനധികൃത പാർക്കിംഗ് പഴയങ്ങാടിയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. കാറിന് പിറകിൽ ബസ്സിടിച്ചത് സംഘർഷത്തിനിടയാക്കി. അനധികൃത പാർക്കിംഗ് പഴയങ്ങാടിയിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ കാറിന് പിറകിൽ ബസ്സിടിച്ചത് ഏറെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. വൈകുന്നേരം 4:30 സംഭവം. എരുപുരത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പിറകിൽ ബസ്സിടിക്കുകയായിരുന്നു. ആർക്കും പരിക്കേൽക്കുകയോ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയോ ചെയ്തില്ല. പോലീസ് എത്താതെ കാറ് മാറ്റില്ലെന്ന് കാറിലുള്ളവർ വാശി പിടിച്ചു. ഇത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. കാറ് ട്രാഫിക് പോലീസ് എത്തി ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് മാറ്റിയപ്പോൾ കാറിലുണ്ടായിരുന്നവർ നാട്ടുകാരോട് കയർത്ത് സംസാരിച്ചതോടെയാണ് ഏറെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. പഴയങ്ങാടി പോലീസ് സമയത്തെത്തിയതിനാൽ സംഘർഷത്തിന് ശമനമുണ്ടായി. പഴയങ്ങാടിയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അനാഥരില്ലാത്ത ഭാരതം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SI AV ദിനേശ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരു മദ്യപിക്കുന്നതിനേക്കാളും നല്ല ഒരു ലഹരി കിട്ടുമെന്നാണ് അയാൾ പറഞ്ഞത്. നമുക്കറിയാം, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കള്ളുകുടിമാർ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഇല്ലാതാവും. പക്ഷേ 24 മണിക്കൂറൊക്കെ ഡ്യൂറേഷനുള്ള ഇത്തരത്തിലുള്ള മാരകമായ ഓൾട്ടർനേറ്റീവ് ഡ്രഗ്സ്
ചടങ്ങിൽ പ്രിൻസിപ്പൽ KG സോമനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി, പ്രൊഫസർ MG മേരി, M രാഘവൻ മാസ്റ്റർ, PP മോഹനൻ നമ്പ്യാർ, പയ്യന്നൂർ വിനീത് കുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ TM സുരേന്ദ്രനാഥ് സ്വാഗതവും റഫീഖ് പാണപ്പുഴ നന്ദിയും പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ പോസ്റ്റർ പ്രദർശനവും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. നാളികേര വില കുത്തനെ താഴേക്ക്, കേര കർഷകർ ദുരിതത്തിൽ. നാളികേരത്തിൻ്റെ വിലയിടിവ് കേര കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് തേങ്ങയ്ക്ക് കിലോയ്ക്ക് 32 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ 13 രൂപ മാത്രം. കഴിഞ്ഞുപോയ വേനൽക്കാലത്ത് നിരവധി തെങ്ങുകളാണ് ഉണങ്ങിപ്പോയത്. പലതിൻ്റെയും മുകൾ ഭാഗം മാത്രം ബാക്കിയാവുകയും ചെയ്തു. രക്ഷപ്പെട്ടു കിട്ടിയതിൻ്റെ ഉൽപ്പന്നത്തിനാകട്ടെ വിലയുമില്ല. കേര കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. തേങ്ങ പറിക്കാൻ തെങ്ങുന്നതിന് 25 രൂപയും പൊതിക്കുന്നതിന് 70 പൈസയും കൂലി കൊടുക്കണം. ഇതിൻ്റെ കൂടെ മറ്റ് ചെലവുകൾ കൂടിയാകുമ്പോൾ കർഷകന് നഷ്ടമാണ് ഉണ്ടാവുക. കൃഷിഭവൻ മുഖേന തേങ്ങാ സംഭരണം നടക്കുന്നുണ്ടെങ്കിലും പലർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. ഒരു കർഷകന് 4 കിൻഡൽ തേങ്ങ എന്ന നിലയിലാണ് കൃഷിഭവൻ തേങ്ങ സ്വീകരിക്കുന്നത്. ഇവിടെ കൊടുത്താൽ തന്നെ പണം ലഭിക്കണമെങ്കിൽ മാസങ്ങൾ കഴിയണം. ഇതോടെ തെങ്ങ് കൃഷി കർഷകന് ബാധ്യതയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് ദേശീയപാതയോരത്ത് കൂറ്റൻ മരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മേലാണ് മരം കടപുഴകി വീണത്. ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. മരം അപകടാവസ്ഥയിലായത് നാട്ടുകാർ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ദുരന്തങ്ങൾ വന്നാൽ മാത്രമേ കൺതുറക്കൂ എന്നുള്ള നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുന്നത്. തലനാരിഴയ്ക്ക് ദുരന്തം വഴിമാറിയപ്പോൾ അപായ സാധ്യത വിളിച്ചോതി സമാന രീതിയിൽ കടപുഴകാനൊരുങ്ങി മറ്റൊരു പടുകൂറ്റൻ മരം സമീപത്തുണ്ട്. കാൽനടയാത്രക്കാരും നിരവധി വാഹനങ്ങളും ദിവസേന കടന്നുപോകുന്ന വഴിയിലാണ് അപകടം പതിയിരിക്കുന്നത്. സൂചന എന്ന നിലയിൽ അപകടം സംഭവിച്ചതിനാൽ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സമീപത്തുള്ള മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പുതിയ കോഴ്സുകൾ ആരംഭിച്ചില്ല. മാടായി ITI വിദ്യാർത്ഥികൾ കൈയൊഴിയുന്നു. ഉദ്ഘാടനത്തിൽ മന്ത്രി പ്രഖ്യാപിച്ച കോഴ്സുകളും കടലാസിലൊതുങ്ങി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് ITI കെട്ടിടം മാടായിപ്പാറയിൽ യാഥാർത്ഥ്യമായത്. സ്ഥലം MLAയും മാടായി പഞ്ചായത്ത് അധികൃതരും ഏറെ പരിശ്രമിച്ചിരുന്നു. ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് കം പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കോഴ്സുകൾക്ക് PSC അംഗീകാരമില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കമ്പ്യൂട്ടർ കോഴ്സിന് ആവശ്യമായ ലാബ് സൗകര്യവും ഒരുക്കിയില്ല. 2 കോഴ്സുകളിലായി 90ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ് സിവിൽമാൻ, MRAC, ഇലക്ട്രീഷ്യൻ എന്നീ കോഴ്സുകൾ തുടങ്ങുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടന വേളയിൽ പ്രസംഗിച്ചിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. ആവശ്യത്തിന് കെട്ടിട സൗകര്യമുണ്ടായിട്ടും പുതിയ കോഴ്സുകൾ ആരംഭിക്കാത്തതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഇവിടെ ഒന്നാമതായിട്ട് ക്യാൻറ്റീൻ ഇല്ലാത്ത പ്രശ്നം, പിന്നെ ബസ്സില്ല. ഒരുപാട് ക്ലാസ് മുറികളെല്ലാം ഉണ്ട്, പക്ഷേ കോഴ്സുകൾ വളരെ തുച്ഛമാണ്. ഒരുപാട് കോഴ്സുകൾ അനുവദിച്ചാൽ നല്ലതായിരിക്കും. പുതിയ സർക്കാർ ഇടപെട്ട് വരുന്ന അധ്യയന വർഷമെങ്കിലും പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ സർവകലാശാല BSc സൈക്കോളജി പരീക്ഷയിൽ തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റഷീദ NCക്ക് 1ാം റാങ്ക്. അനുമോദനവുമായി അധ്യാപകരും കോളേജ് അധികാരികളും വീട്ടിലെത്തി. കണ്ണൂർ സർവകലാശാല BSc സൈക്കോളജി പരീക്ഷയിൽ A ഗ്രേഡോടുകൂടി തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റഷീദ NC 1ാം റാങ്ക് നേടി. തൃക്കരിപ്പൂർ എടച്ചാക്കയിലെ K മുഹമ്മദ് കുഞ്ഞി NC ബി ഫാത്തിമ ദമ്പതികളുടെ 2ാമത്തെ മകളാണ് റഷീദ. ഭർത്താവ് ഷിഹാബ് ബാഖവി. എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പാരൻസ്, എൻ്റെ ടീച്ചേഴ്സ്, എല്ലാ ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ അവരുടെ ഒക്കെ സപ്പോർട്ട്സ് ഇനിയും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെ തീവ്രമായ ആഗ്രഹമുണ്ട്, നേടിയെടുക്കുമെന്നുള്ള വിശ്വാസം. എടച്ചാക്കയിലെ റഷീദയുടെ വീട്ടിലെത്തിയ കോളേജ് പ്രിൻസിപ്പൽ PV വിജയൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, മാനേജ്മെന്റ് പ്രതിനിധികളായ MC ഖമറുദ്ദീൻ, VK ബാവ, CT അബ്ദുൽ ഖാദർ എന്നിവർ കോളേജിന്റെ അഭിമാന വിജയം നേടിയതിൽ റഷീദയെ അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കരിവള്ളൂർ AV സ്മര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണവും ഉദ്ഘാടകൻ C കൃഷ്ണൻ MLA നിർവഹിച്ചു. രാജ്യത്തുള്ള ഏത് പ്രദേശത്തുമുള്ള കുട്ടികൾക്ക്
ഒരു സെക്കൻഡറി തലം വരെ എങ്കിലും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നല്ല അതിൽ പറയുന്നത്. അവർക്കത് ലഭിക്കാൻ അവകാശമുണ്ട് എന്നാണ്. ചടങ്ങിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായുള്ള ലാപ്ടോപ്പിന്റെ വിതരണം സനീഷ് വിവിക്ക് നൽകിക്കൊണ്ട് MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. ജാനകി ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV നാരായണൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK നിർമ്മല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ചന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശാരദ, സ്കൂൾ പ്രിൻസിപ്പൽ P. അജിത, പ്രധാനാധ്യാപിക KR നിർമ്മല തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മനോജ് N സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി K. രമണി നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പിലാത്ര കോക്കാട് റോഡരികിലെ കൾവെട്ടിന് കൈവരി സ്ഥാപിച്ചില്ല. പ്രദേശത്ത് അപകടങ്ങൾ പതിവാകുകയാണ്. KSTP പദ്ധതിയുടെ ഭാഗമായി പിലാത്ര പാപ്പിൻശ്ശേരി റോഡ് നവീകരണ പ്രവൃത്തി നടന്നുവരികയാണ്. പിലാത്ര മുതൽ പഴയങ്ങാടി വരെ റോഡിന്റെ പ്രവൃത്തി ഏകദേശം പൂർത്തിയായി. എന്നാൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ പിലാത്ര കോക്കാട്ട് കൽവർട്ടിന് കൈവരി സ്ഥാപിക്കാത്തതാണ് അപകടം മാടിവിളിക്കുന്നത്. റോഡിൽ ചെറിയ വളവുള്ള പ്രദേശമാണിത്. ചീറിപ്പായുന്ന വാഹന ഡ്രൈവർമാർക്ക് അല്പം ശ്രദ്ധ തെറ്റിയാൽ വലിയ ദുരന്തം തന്നെ സംഭവിച്ചേക്കാം. നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കൽവർട്ടിന് കൈവരി കെട്ടാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ല. KSTP അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കുടുംബശ്രീ യൂണിറ്റുകൾ ആദർശിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണനാണ് തുക കൈമാറിയത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള 18ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ പിരിച്ചെടുത്ത തുകയാണ് ചികിത്സാ കമ്മിറ്റി കൺവീനർ മാടക്ക ദാമോദരൻ ഏറ്റുവാങ്ങിയത്. വലിയ സാമ്പത്തിക ചെലവ് ഉണ്ടായാൽ മാത്രമേ ആ ചികിത്സ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യശാസ്ത്രം വിലയിരുത്തിയിട്ടുള്ളത്, വിധിച്ചിട്ടുള്ളത്. കണ്ടോന്താർ PHC ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. മോഹനൻ, വാർഡ് മെമ്പർ രത്നവല്ലി തെക്കില്ലത്ത്, KP മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. 1-ാം വാർഡ് CDS മെമ്പർ MB പ്രീത സ്വാഗതവും 1-ാം വാർഡ് ADS മെമ്പർ CP രമണി നന്ദിയും പറഞ്ഞു. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് 4 വയസ്സുകാരനായ ആദർശിന്റെ ചികിത്സയ്ക്കായി ഇതിനകം തന്നെ വലിയ തുക ചെലവായിട്ടുണ്ട്. നിർധന കുടുംബത്തിന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവിലേക്ക് സഹായം നൽകുവാൻ സന്നദ്ധരായവർ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ കണ്ടോന്താർ സായ എന്ന ശാഖയിലെ 2559 എന്ന അക്കൗണ്ടിലോ 9744163282 9947 999336 എന്നീ നമ്പറുകളിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായിക്കാവിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് തെരുവുനായ്ക്കൾ ഭീഷണിയാകുന്നു. കൂട്ടത്തോടെ എത്തുന്ന തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നതായും പരാതിയുണ്ട്. മാടായിക്കാവിൽ തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് തെരുവുനായ്ക്കൾ ഭീഷണിയാവുകയാണ്. ക്ഷേത്ര പരിസരത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ചെരുപ്പും മറ്റും തെരുവുനായ്ക്കൾ കടിച്ചുകൊണ്ടുപോവുകയാണ്. ചില സമയങ്ങളിൽ നായ്ക്കളുടെ അക്രമവും ഉണ്ടാകുന്നുണ്ട്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനാകാതെ ക്ഷേത്ര ഭാരവാഹികളും കഷ്ടപ്പെടുകയാണ്. മാടായിക്കാവ് പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതോടെയാണ് തെരുവുനായ് ശല്യം വർദ്ധിച്ചത്. ഇതിനെതിരെ ദേവസ്വം അധികൃതർ കാര്യമായ നടപടി സ്വീകരിക്കുന്നുമില്ല. തെരുവുനായ് ശല്യം വർദ്ധിച്ചതോടെ നാട്ടുകാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഏറെ ഭീതിയിലാണ്. മാടായിക്കാലത്ത് കുറേ തെരുവ് നായ്ക്കൾ വർദ്ധിച്ചിരിക്കുന്നു. അമ്പലങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളുടെ ചെരുപ്പ് നശിപ്പിക്കുന്നു, ആൾക്കാരുടെ മേത്തേക്ക് പാഞ്ഞു കയറുന്നു. ഇതെല്ലാം സംഭവിച്ച് അതിന് നടപടി ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതിനെക്കൂടെ ഭയങ്കര ശരിയാണ്. ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ക്ഷേത്ര ഭക്തജനങ്ങൾക്ക് അതിനെക്കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ശല്യം ഭയങ്കര ഉണ്ടാകുന്നു. പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെയ്യണം. ഇപ്പം കഴിച്ചുകൊണ്ട് ഇപ്പോൾ പിന്നെ ആളെ ശല്യം, ആളെ മേലെ പനി കയറുന്നു. മാടായിക്കാവിൽ കുറേ ഭക്തന്മാർ വരുന്ന അവർക്ക് ദ്രോഹമായി ചെയ്യുന്നത്. പെട്ടെന്ന് നായ്ക്കളെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും പരിഹാരം ചെയ്യണം. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 6 മുതൽ 28 വരെയാണ് കുത്തിവയ്പ് നടക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഊർജിതമായി നടന്നുവരികയാണ്.
6 മാസത്തിലൊരിക്കലാണ് കുളമ്പ് രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കന്നുകാലി കർഷകരുടെ വീടുകളിലെത്തിയാണ് കുത്തിവയ്പ് നൽകുന്നത്. ഒരു വാക്സിന് 5 രൂപയാണ് ഈടാക്കുന്നത്. അസുഖം ബാധിച്ചതും ആരോഗ്യക്കുറവുള്ളതുമായ കന്നുകാലികളെ ഒഴിവാക്കും. മഴ പെയ്ത സാഹചര്യത്തിൽ കുത്തിവയ്പ് നടത്തുന്നതിനാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ കുത്തിവയ്പ് ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ 35% മുരുക്കൾക്ക് കുത്തിവയ്പ് നടത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു. പടന്ന പഞ്ചായത്തിലെ വീടുകളിൽ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ TVC ഇബ്രാഹിം, തൃക്കരിപ്പൂർ AFO M രമേശൻ, K രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുത്തിവയ്പ് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ MVM കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം 2016 സംഘടിപ്പിച്ചു. C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ മാപ്പിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് പഠന കാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം ഈ നാട്ടിൻ്റെ അഭിമാനമായി ഈ വിദ്യാലയത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും പ്രാദേശിക PTA-ക്ക് നേതൃത്വം നൽകിയ സന്നദ്ധ സംഘടനകളെയും അനുമോദിച്ചു. ചടങ്ങിൽ കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ K സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P ജാനകി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം PV കാഞ്ചന, SMC ചെയർമാൻ VV ഭാസ്കരൻ, മുൻ PTA പ്രസിഡന്റ് NK രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ സ്വാഗതവും ഹെഡ് ടീച്ചർ CI വത്സല നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിൽ നിന്ന് മാലിന്യ ശേഖരണ പരിപാടി ആരംഭിച്ചു. ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്ലാസ്റ്റിക് ശേഖരണം. പയ്യന്നൂർ നഗരസഭയിലെ 18, 19, 22, 25, 27 എന്നീ വാർഡുകളിലെ ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക് വസ്തുക്കളെയും ക്യാരി ബാഗുകളും ശേഖരിച്ചത്. കുടുംബശ്രീ സഹകരണത്തോടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇവ ശേഖരിക്കുകയും ലോറികളിലാക്കി പുനഃചംക്രമണത്തിനായി സ്വകാര്യ ഏജൻസിക്ക് കൈമാറുകയും ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുക, പ്ലാസ്റ്റിക്കിന്റെ അനിയന്ത്രിതമായ ഉപയോഗം കുറയ്ക്കുക, അലക്ഷ്യമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വലിച്ചെറിയുന്നത് കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക, കൊതുകിന്റെ ഉറവിടങ്ങൾ ഇല്ലാതാക്കുക, തുണിസഞ്ചി, പേപ്പർ ബാഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചത്. ഇതിനു മുന്നോടിയായി മുഴുവൻ കുടുംബശ്രീകളിലും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. റബ്ബർ ബോർഡ് റിട്ടയർഡ് ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കമ്മീഷണർ കടുമേനിയിലെ ജോസ് മാളിയേക്കൽ നിര്യാതനായി. 77 വയസ്സായിരുന്നു. ത്രേസ്യാമ്മ ചെമ്പശ്ശേരി, പരേതയായ സാറാമ്മ എന്നിവരാണ് ഭാര്യമാർ. സന്തോഷ്, പരേതരായ സജേഷ്, സംഗീത എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കടുമേനി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കും. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പെരുമ്പാവൂർ ജിഷ വധക്കേസ് പ്രതി പിടിയിൽ. അന്വേഷണ വിജയം കേരള പോലീസിന്റെ മറ്റൊരു പൊന്തൂവലം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ജിഷയുടെ കാതവരെ പിടികൂടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. വർദ്ധിച്ചിരുന്ന അക്രമങ്ങൾ ഇല്ലാതാക്കാൻ നല്ല കാര്യമാണ്. വൈകിയാണെങ്കിലും കൊലപാതകയെ അറസ്റ്റ് ചെയ്തത് വളരെയധികം സന്തോഷിക്കുന്നു. അത് കേരള പോലീസിൻ്റെ നല്ല ശ്രമം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റിയത്. കൊലക്കേസ് എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്, ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ ഏറ്റവും അധികം എന്താ പറയേണ്ടത് പേരെടുത്തവരാണ്. ഇത് തെളിയിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം അഭിനന്ദനം അറിയിക്കുന്നത് അവരാണ്. അതിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കണം. പിന്നെ ഇനി ഇങ്ങനെ ഭാവിയിൽ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. എന്തായാലും ജിഷയുടെ കൊലപാതകയെ പിടിച്ച പോലീസിന് ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. രണ്ടാമത്, ഇതേപോലെ ഒരു ജിഷമാർ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. എന്തെന്നായാലും ഗവൺമെൻറ് നല്ലൊരു അന്വേഷണം മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.
മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രോളിംഗ് നിരോധനവും മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവും മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതകാലം. ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ഒളവറയിലെ ധനൂപിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പാചകവാതക വില മേലോട്ട്, മണ്ണെണ്ണ കിട്ടാക്കനി, വിറകടുപ്പുകൾക്ക് വീണ്ടും പ്രിയമേറുന്നു. പുതിയ കോഴ്സുകൾ ആരംഭിച്ചില്ല, മാടായി ITI വിദ്യാർത്ഥികൾ കൈയൊഴിയുന്നു. കണ്ടോത്ത് ദേശീയപാതയോരത്ത് കൂറ്റൻമരം കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.